ഇതിലാരെ സല്യൂട്ട് ചെയ്യണം എന്നതാണ് ചോദ്യമെങ്കിൽ ഒരുപാട് പേരെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, പക്ഷേ ഒരു കപ്പിത്താൻ മാത്രമല്ല, ഒരുപാട് കപ്പിത്താന്മാരുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഞാൻ ഈ വിഷയത്തിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. നമ്മളുടെ സ്വപ്നം തീരമണിഞ്ഞിരിക്കുകയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് ആ വികസനം വരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ആൻറ്റോ അഗസ്റ്റിൻ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്. ഒന്ന്, ഇത് വലിയ അഭിമാനമായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോഴും നമ്മളടക്കം അത് പ്രേക്ഷകരെ വിശദീകരിക്കുമ്പോഴും ഒരർത്ഥത്തിൽ ഒരു ഭാഗത്ത് അഭിമാനവും എന്നാൽ മറുഭാഗത്ത് അല്പം ലജ്ജയും തോന്നിയ ഒരു ദിവസമാണ് എന്ന് ഞാൻ തുറന്നു പറയട്ടെ. എന്തുകൊണ്ടാണ് അഭിമാനം തോന്നിയത്? അഭിമാനം തോന്നിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വാഭാവികമായിട്ടുള്ള തീരക്കടൽ ആഴമുള്ള ഒരു പ്രദേശത്തേക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു പോർട്ടിലെ ഒരു മദർഷിപ്പ് വരുന്ന കാഴ്ച അത് നമ്മൾ ഇന്ന് കണ്ടു. ആ കാഴ്ച വളരെ അഭിമാനം നൽകുന്നൊരു കാഴ്ചയാണ്. കേരളത്തിൻ്റെ ഇനി വരാൻ പോകുന്ന നാളുകളിലെ വികസനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, അല്ലെങ്കിൽ വികസനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് അഭിമാനം തരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഒരു ലജ്ജയുള്ളൊരു വിഷയം കൂടിയാകുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. 1978 ദുബായ് പോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. 1998 ഒമാനിലെ സലാല പോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. കൊളംബോ 1912 മുതൽ ഓപ്പറേഷണലാണ്. 90-കൾക്ക് ശേഷം കൊളംബോയുടെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. റോട്ടർഡാം 1962 നെതർലൻഡിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് യൂറോപ്പിൻ്റെ നാവിക വ്യാപാരത്തെ ഏറ്റവും നിയന്ത്രിച്ച് നിർത്തിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടാണ് റോട്ടർഡാം എന്നുള്ളത്. അപ്പോൾ ലോകമെമ്പാടും ഇത്തരം പോർട്ടുകൾ വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടിനു ശേഷം നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മളിന്ന് വിളിച്ചു പറയുകയാണ്, ദാ വരുന്നു ഒരു മദർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നെതർലൻഡ്സിലെ റോട്ടർഡാമിലെ ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ സ്മൃതി. ദാ കപ്പൽ ഇറക്കുന്നു, ദാ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ദുബായ് പോർട്ടിൽ, റോട്ടർഡാമിൽ, കൊളംബോയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ എന്തോ കണ്ടിങ്ങനെ വിസ്മയിക്കുന്നത് പോലെയായി തീരുന്ന ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ ലോകഭൂപടത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെറുതായി പോകുന്ന പോലെ തോന്നി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഒരർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും തീവണ്ടി വരുമ്പോൾ പറയാറുണ്ട്, ഇന്ത്യയിൽ തീവണ്ടി അവതരിപ്പിക്കുമ്പോൾ ഈ പൂനെയിൽ ആദ്യത്തെ തീവണ്ടി വരുന്ന സമയത്ത് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് തീവണ്ടിയാണെന്നറിയാതെ അതൊരു ജീവിയാണെന്ന് കരുതി അതിന് വൈക്കോൽ പുല്ല് കൊണ്ടിട്ട് ആൾക്കാരെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ വികസന രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നോക്കൂ, നേരത്തെ ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനുമില്ലാത്ത സവിശേഷതകളുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും സ്വാഭാവിക ആഴമുള്ള ഒരു തുറമുഖം എന്ന് പറയുന്നത്. അവിടെ പോലും 16.5 ഉള്ളൂ തീരക്കടലിലെ ആഴമെന്ന് പറയുന്നത്. ഇവിടെ ഇത് 24 മീറ്ററാണ്. അതുകൊണ്ട് ബർത്തിലേക്ക് നേരിട്ട് ഈ കപ്പലുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു, മദർഷിപ്പുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മളുടെ ഈ വിഴിഞ്ഞത്തിൻ്റെ. നമ്പർ 2, കപ്പൽച്ചാലിൽ നിന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് അകലെ നിൽക്കുന്നത്. ആ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വളരെ പെട്ടെന്ന് വന്ന് ബർത്ത് ചെയ്ത് കണ്ടെയ്നറുകൾ ഇറക്കി തിരിച്ചു പോകാൻ കഴിയുന്ന ഒന്നാണ്. നാവിക വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ടൈം ഫാക്ടറാണ്. ആ ടൈം എന്ന് പറയുന്നത് പോർട്ടിൻ്റെ ഈ ട്രേഡ് ഷെഡ്യൂളിൽ വളരെ കൃത്യമായി പാലിക്കണം. നിങ്ങൾ പാഴാക്കുന്ന ഓരോ മണിക്കൂറും നിങ്ങൾ ലക്ഷക്കണക്കിന് ഡോളർ കൊടുക്കേണ്ടി വരും ഷിപ്പിംഗ് കമ്പനിക്ക്. അപ്പോൾ അതിവേഗം ഈ കണ്ടെയ്നറുകൾ ട്രാൻസ്ഷിപ്പ് ചെയ്ത് തിരിച്ചു പോകത്തക്ക രീതിയിൽ സ്വാഭാവിക സവിശേഷതകൾ ഏറെ ഉണ്ടായിരുന്ന ഈ പോർട്ടിനെ നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ വൈകിയത്? അതൊരു പ്രധാന ചോദ്യമാണ്. ഇത് സി പി കുറിച്ച് ചരിത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സി പിയുടെ കാലത്ത് പണ്ട് ചർച്ച ചെയ്തിരുന്നു. ഈ അവിടുത്തെ കായലിലേക്ക്, വെള്ളായണി കായലിലേക്ക് ഈ കപ്പൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സി പി പണ്ട് ആലോചിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കറിയാവുന്ന സമീപകാല ചരിത്രം എന്ന് പറയുന്നത് എം വി രാഘവൻ എന്ന് പറയുന്ന ഒരു തുറമുഖ മന്ത്രിയെ ഓർമ്മിക്കാതെ ഒരിക്കലും നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ 1996 കാലഘട്ടത്തിൽ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയാകുമ്പോൾ 3 പോർട്ടുകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. ഒന്ന് ആലപ്പുഴ പോർട്ട് നവീകരിക്കുന്നതിനെക്കുറിച്ച്, മറ്റൊന്ന് അഴീക്കൽ പോർട്ട് നവീകരിക്കുന്നതിനെക്കുറിച്ച്, മൂന്നാമത്തേതായിരുന്നു വിഴിഞ്ഞം പോർട്ട്. ആ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ആ ഘട്ടത്തിൽ തന്നെ ഒരു കുമാർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അദ്ദേഹം ഉണ്ടാക്കി. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും BOT കരാറുകളും വരുന്നതിന് മുൻപാണ് എന്നത് ആലോചിക്കണം. ഇത് 91-96 കാലഘട്ടങ്ങളിലാണ്. അന്ന് ഈ പറയുന്ന ഒമാനിലെ പോർട്ട് വന്നിട്ടില്ല, ദുബായിലെ പോർട്ട് വന്നിട്ട് കഷ്ടിച്ച് 2 പതിറ്റാണ്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ അന്ന് ആ ബസ്സിൽ കയറിയിരുന്നെങ്കിൽ ആ
കപ്പലിൽ കയറിയിരുന്നെങ്കിൽ നമ്മുടെ നാട് എവിടെ നിൽക്കുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് കെ കരുണാകരൻ്റെയും എം വി രാഘവൻ്റെയും അന്നത്തെ ദീർഘദർശിത്വമാണ്. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. തുടർന്നു വരുന്ന സർക്കാർ, നയനാ സർക്കാരിൻ്റെ കാലത്തും ആ പ്രോജക്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഷൺമുഖദാസ് ആയിരുന്നു അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വീണ്ടും എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയാവുന്നുണ്ട് എ കെ ആൻ്റണിയുടെ കാലത്ത്. അന്നാണ് ഈ സൂം ഡെവലപ്പേഴ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നതും ചൈനീസ് ക്ലിയറൻസിൻ്റെ പേരിൽ അതിന് മിലിറ്ററി ക്ലിയറൻസ് നിഷേധിക്കുന്നതും ചൈന ബന്ധത്തിൻ്റെ പേരിൽ നിഷേധിക്കുന്നതും. പക്ഷേ ആ ഘട്ടത്തിലും പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായി രണ്ടു സർക്കാരുകൾ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ താല്പര്യമെടുത്തു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ വരുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. ഇവിടെയാണ് ആ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എൽ ഡി എഫ് സർക്കാർ ഇതിനെ എതിർത്തെന്നറിയാമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഈ ബിൽറ്റ് ഓപ്പറേറ്റ് സിസ്റ്റം വഴി പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനെ കുറിച്ചുള്ള PPP പ്രോജക്റ്റ് വരുന്നത്. അന്ന് CPM അതിന് പ്രത്യയശാസ്ത്രപരമായി എതിരായിരുന്നു. മുതലാളിത്തം ഇതുവഴി കടന്നു വരും, അതുകൊണ്ട് നിങ്ങൾ PPP പ്രോജക്റ്റിനെ പിന്തുണയ്ക്കില്ല എന്ന പ്രത്യയശാസ്ത്രപരമായ ദൃഢത, ഞാനതിന് ദൃഢതയല്ല എന്ന് വിളിക്കുന്നത്, അതിനെ കർക്കശം എന്ന് തന്നെ വിളിക്കണം. ആ കർക്കശത്തിൻ്റെ പുറത്താണ് 1.5 പതിറ്റാണ്ട് ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായത്. തീർച്ചയായിട്ടും മിലിറ്ററി ക്ലിയറൻസിൻ്റെ പ്രശ്നമുണ്ട്, ബിഡ് ചെയ്യാൻ ആൾക്കാർ വരാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ആ ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതെ പോയി. പിന്നീട് 3 തരത്തിലുള്ള ഉദ്ഘാടനം നടന്നിട്ടുള്ളൂ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ കെ കരുണാകരൻ്റെ കാലത്ത് ഒരു ഡിക്രൂസ് എന്ന് പറയുന്ന ഒരു വലിയ തുറക്കാരൻ വന്നിട്ട് ഒരു പത്തേമാരി കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. അന്തർദേശീയ വ്യാപാരമൊന്നുമല്ല, പത്തേമാരിയാണ്. അത് ആദ്യത്തേത്. അന്ന് കെ കരുണാകരനാണ് പോയി ചെന്ന് ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. രണ്ടാമത്തെ ഉദ്ഘാടനം നടക്കുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു പോർട്ടിൻ്റെ നിർമ്മാണോദ്ഘാടനം എന്നതിൻ്റെ പേരിൽ ഒരു മോഡൽ വെച്ചുകൊണ്ട് ഉദ്ഘാടനം നടക്കുന്നുണ്ട് VS അച്യുതാനന്ദൻ്റെ കാലത്ത്. പക്ഷേ അന്ന് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല, സാമൂഹികാഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. 2010 മിലിറ്ററി ക്ലിയറൻസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാതെയാണ് ആ പോർട്ടിൻ്റെ ഉദ്ഘാടനം ഒരു മോഡൽ വെച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ നിർവഹിക്കുന്നത്. അടുത്ത ഉദ്ഘാടനമാണ് ക്രെയിൻ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ കണ്ടത് യഥാർത്ഥത്തിൽ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ പേര് ഓർമ്മിക്കണം. കെ കരുണാകരൻ, എം വി രാഘവൻ, ഉമ്മൻചാണ്ടി, അതോടൊപ്പം പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, ഈ പേരുകളൊക്കെ തന്നെ നമ്മൾ പറയണം. തീർച്ചയായിട്ടും നരേന്ദ്രമോദി, ഒപ്പം തന്നെ അദാനി, ഈ പേരുകളൊക്കെ ആവർത്തിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ പിതൃത്വത്തെ നമ്മൾ തിരഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ ഉമ്മൻചാണ്ടി കാണിച്ച നിശ്ചയദാർഢ്യമുണ്ട്. അദ്ദേഹം അവിടുത്തെ തദ്ദേശവാസികളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്, അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. KV തോമസിൻ്റെ വീട്ടിലേക്ക് പോയി അവസാന നിമിഷം ഈ പ്രോജക്റ്റ് നടപ്പിലാവില്ല എന്ന സാഹചര്യം വരുന്നു. ഒപ്പം ഈ പ്രോജക്റ്റിനെ എതിർക്കാൻ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം. സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ ദേശാഭിമാനിയിലൂടെ കടൽക്കൊള്ള എന്ന തലക്കെട്ടാണ് CPM അന്ന് ഈ പ്രോജക്റ്റിനെ വിമർശിക്കാൻ വേണ്ടി അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മളിത് കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത് വരുമ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കാം. ഞാനിന്നത് ചോദിച്ചിരുന്നു. 6000 കോടിയുടെ ഭൂമി തട്ടിപ്പാണ് നടക്കാൻ പോകുന്നത് എന്നാണ്. എന്നിട്ട് അന്നത്തെ പത്രത്തിൽ അന്നത്തെ ചർച്ച എന്ന് പറയുന്നത്, അന്ന് ഈ സൂം ഡെവലപ്പേഴ്സ് വരുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചകളുണ്ടായിരുന്നു. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്, 1/3 ചെലവും സർക്കാർ വഹിക്കണം, ഈ സ്വകാര്യ കമ്പനിക്ക് വൻ ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നാളെ ട്രയൽ റൺ നടക്കാൻ പോകുന്ന ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ 61.9% സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്, 2/3. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച കരാറിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയാണ് പിണറായി സർക്കാർ ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അങ്ങനെ കരാറിൽ വ്യതിചലിക്കാൻ പറ്റത്തില്ല, കോടതി പോവും. സർക്കാർ മാറി വരുന്നു, പാർട്ടി മാറുന്നേ ഉള്ളൂ, സർക്കാരിൻ്റെ തുടർച്ചയാണല്ലോ പോളിസി. അപ്പോൾ അതുകൊണ്ട് ആ കരാറ് തന്നെ CPMന് പിന്തുടരേണ്ടി വരുന്നു. പക്ഷേ CPM ആ ഘട്ടത്തിൽ ദേശാഭിമാനിയിൽ എഴുതിയതും പിണറായി വിജയൻ എന്ന് ആരോപിച്ചതും ഒക്കെ വിഴുങ്ങിക്കൊണ്ട് മാത്രമേ നാളെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം ചെയ്യുക സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 60 വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ പ്രോജക്റ്റ് 40 വർഷം, 1ാം ഘട്ടം കഴിഞ്ഞ് 40 വർഷം, 2ാം ഘട്ടം കൂടി പൂർത്തിയാൽ 20 വർഷം, 60 വർഷം കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് കിട്ടു ഓപ്പറേറ്റ് ചെയ്യാൻ. മത്സ്യബന്ധനത്തിന് മരണമണിയോ എന്ന് തുടങ്ങി ഒരുപാട് വിമർശനങ്ങളാണ് അന്ന് ഉയർത്തിയത്. ആ വിമർശനങ്ങളെല്ലാം CPM അന്ന് ഉയർത്തിയതിനെ നാളത്തെ ട്രയൽ റണ്ണിന് ഉദ്ഘാടന വേളയിൽ പൂർണ്ണമായിട്ടും വിസ്മരിച്ചുകൊണ്ട് മാത്രമേ ആ വേദിയിൽ നിൽക്കാൻ കഴിയൂ. അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം അത് സ്പിരിറ്റ് ഓഫ് ഒപ്പോസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ എതിർക്കും. ഇത് ഇത് മറുഭാഗത്തും ഉണ്ട് കേട്ടോ. ക്യാമറകൾ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ക്യാമറകളെ കൊണ്ടുവരുന്ന സമയത്ത് അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഒടുവിൽ പ്രതിപക്ഷത്തിനെ എങ്ങനെയാണ് വിമർശിച്ചത് കോടതി പറഞ്ഞു നിങ്ങൾക്കും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന ആരോപണം ക്യാമറ വിഷയത്തിലുണ്ടായി. ജലമെട്രോ വന്നപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ അതിനെ പുച്ഛിച്ചുകൊണ്ട് വരുന്നൊരു ഘട്ടമുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇനിയും പിന്തുടരേണ്ട ഒരു വികസന രാഷ്ട്രീയ മാതൃക കേരളത്തിനുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ഒരു ബൈപ്പോളർ പൊളിറ്റിക്സിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരത്തിൽ
സമരത്തിനിടയിൽ വലിയ വലിയ പ്രോജക്റ്റുകൾ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളത് ഈ ഒരു തലമുറയോട് ചെയ്യുന്ന നീതികേടാണ് എന്നതാണ് എൻ്റെ ഭാഷ്യം. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേന്ദ്രത്തിൻ്റെ കാര്യവും കൈയടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ തൊട്ട് കുറച്ചകലെ മഹാരാഷ്ട്രയിൽ വാധ്വാൻ എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് മുടക്കി പണിയുന്നൊരു തുറമുഖമാണ്. 76,220 കോടിയോ മറ്റുമാണ് അതിൻ്റെ ചെലവ്. അതിൻ്റെ 76% വഹിക്കുന്ന ആരാണെന്നറിയാമോ? കേന്ദ്രമാണ്. എങ്ങനെയാണ്? ഈ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയിലൂടെ. നമ്മുടെ നാട്ടിലെ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന് കൊടുക്കുന്ന എത്രയാണെന്നറിയാമോ? 9.6%. അതുകൊണ്ട് അതുകൂടി ഓർമ്മിച്ചിട്ട് വേണം കൈയടിക്കാൻ എന്ന് മാത്രമേ എനിക്ക് ഘട്ടത്തിൽ പറയാനുള്ളൂ. കണക്കിൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ സ്വപ്നം തീരമണിഞ്ഞു എന്ന ചോദ്യത്തിന് തീർച്ചയായും സ്വപ്നം തീരമണിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരുപാട് കപ്പിത്താന്മാരുണ്ട് ഈ കപ്പലിന് എന്നുള്ളതും കൂടിയാണ് എൻ്റെ ടേക്ക്. Meet the editors.